പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ്. നമസ്കാരം, റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് ജഡായു ടൂറിസത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ലഭിക്കുവാനുള്ള തുക കോൺട്രാക്ടർ PT മാത്യുവിന് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ധർണാ സമരം നടന്നിരുന്നു. ധർണാ സമരത്തിൽ ഇന്ന് ജഡായു ടൂറിസത്തിന്റെ കവാടം ഉപരോധിച്ചു. തുടർന്ന് ചടയമംഗലം സുനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ അടുത്ത മാസം 3-ാം തീയതിക്കകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം എന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ധർണാ സമരത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുത്തു. റൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. ജഡായുപ്പാറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായിട്ട് രാജീവേന്ദ്രനെ സമീപിക്കുകയും 7 വർഷങ്ങൾക്ക് മുൻപ് സമീപിക്കുകയും അത്യാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് 7 വർഷം മുമ്പാണ് അത് കഴിഞ്ഞത്. 1 രൂപ പോലും എനിക്ക് തന്നിട്ടുമില്ല, ഞാനിട്ട് വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ആ പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യം ചർച്ചകൾ നടന്നു, തരുന്നതിന് വേണ്ടി തീരുമാനങ്ങളൊക്കെ എടുത്ത് SHOയുടെ മധ്യസ്ഥതയിൽ നടന്നതാണ് ചർച്ചകളൊക്കെ. പക്ഷെ ഇന്ന് വരെ അതിൽ പൈസ തരുന്നില്ല. പൈസയാണെങ്കിൽ എസ്ക്രോ അക്കൗണ്ടിൽ 25 കോടിയോളം രൂപ കിടപ്പുണ്ട്. കോടതി ഇടപെട്ട് എസ്ക്രോ അക്കൗണ്ട് തുടങ്ങിച്ച് അതിലിട്ടിരിക്കുന്ന പൈസ വേണ്ട. അതിപ്പോൾ പൈസ ഉണ്ടാക്കാൻ തന്നെയല്ലേ രാജീവേന്ദ്രൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അപ്പൊ അവൻ രാജീവേന്ദ്രന്റെ കുടുംബവും മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അദ്ദേഹത്തിന്റെ ഒരു മരുമകനുണ്ട്, അവനാണ് ഇതെല്ലാം നശിപ്പിച്ചത്. അപ്പോൾ പൈസ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം. ഇന്നലെയാണെങ്കിൽ സൂചനാ സമരം സത്യാഗ്രഹം നടത്തി, അനക്കമില്ല. രാജീവേന്ദ്രന്റെ ഒരു കാര്യം പറയുന്നില്ല. അതിന് 2 ആഴ്ച മുമ്പ് കത്ത് കൊടുത്തതാണ് ഇത്തരത്തിൽ നീങ്ങുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇപ്പൊ പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മളോട് മാറി കൊടുക്കുക. നമസ്കാരം. കഴിഞ്ഞ 7 വർഷം മുമ്പ് PT മാത്യു അവர்கள் ഏകദേശം 3.5 കോടി രൂപയ്ക്ക് പുറത്ത് മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ന് കാണുന്ന ജഡായുപ്പാറയുടെ മുകളിലുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ശില്പം ഒഴികെ എല്ലാം ചെയ്തത് അദ്ദേഹമാണ്. പുറത്തും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ 3.5 കോടി 7 വർഷം കഴിഞ്ഞു. ആ പൈസ കൊടുക്കില്ല. ഏകദേശം 25 കോടിയോളം രൂപ ട്രഷറിയിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 5 കോടി രൂപ കടം തീർക്കുന്നതിന് വേണ്ടി ബാങ്കിൽ അടയ്ക്കാൻ ഇപ്പോൾ എടുത്തു. ഒരാഴ്ചയായുള്ള എടുത്തിട്ട്. അപ്പൊ അവരുടെ ആവശ്യത്തിനല്ല, രാജീവേന്ദ്രന്റെയും മറ്റും ആവശ്യത്തിനെല്ലാം ഇവിടുന്ന് ഫണ്ടുകൾ എടുക്കുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. 7 വർഷമായിട്ട് ഈ തുക മുടക്കി. അതിന്റെ എല്ലാ രേഖകളുണ്ട്. അവർ അംഗീകരിച്ച രേഖ തന്നെയാണ്, ആഡിറ്റർ അംഗീകരിച്ച രേഖ തന്നെയാണ്. ആ കാശ് കൊടുക്കില്ല. ഏകദേശം ഇപ്പൊ 20 കോടി രൂപയ്ക്ക് അടുത്ത ട്രഷറി കിടപ്പുണ്ട്, ചടയമംഗലം ട്രഷറിക്കകത്ത് കിടപ്പുണ്ട്. ആ കാശ് എടുത്ത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഒക്കുമോ? രാജീവേന്ദ്രൻ മനഃപൂർവ്വം പൈസ കൊടുക്കാതെ ഈ സാധു മനുഷ്യന്റെ PT മാത്യുവിന്റെ കേറിക്കിടക്കാട ഉൾപ്പെടെ 17-ാം തീയതി ജപ്തിയാവുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ സാമൂഹ്യ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അത് ഞങ്ങൾക്ക് കണ്ണുകെട്ടിയിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭീഷണിപ്പെടുത്തിയൊന്നും ഞങ്ങളെ ഇവിടുന്ന് മാറ്റാമെന്ന് ധരിക്കുകയും വേണ്ട. ഞങ്ങൾ ചടയമംഗലത്തുകാരാ. ഈ നാട്ടില് കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്ന് നടന്നവരാ. ഞങ്ങളെ ഭീഷണിയൊന്നും പെടുത്തണ്ട. ആ ഭീഷണിയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. മര്യാദയ്ക്ക് കൊടുക്കാനുള്ള കാശുകൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ PT മാത്യു ഉൾപ്പെടെ നിരവധി ആൾക്കാരുണ്ട്. നമസ്കാരം. ജഡായുവിനെ സംബന്ധിച്ച് ഇവിടെ ഒരു അനിശ്ചിതകാല ധർണ സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജഡായു ശില്പം ഉൾപ്പെടെ അതിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ പണിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ PT മാത്യു സാർ എന്ന് പറയും. അദ്ദേഹത്തിന് ഏകദേശം 3.5 കോടി രൂപയോളം അദ്ദേഹം കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് കോൺട്രാക്ടേഴ്സിന് നല്ല രീതിയിലുള്ള പൈസ കൊടുക്കാറുണ്ട്. പലരും എന്ത് ചെയ്യുക, ഇതിലേക്ക് വരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കാരണം വരാത്തതാണ് അതിന്റെ പ്രധാന കാരണം. കാര്യം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ വസ്തു എല്ലാം ജപ്തിയിലാണ്. കാര്യം വീടും പേരും എല്ലാം അടുത്ത മാസം 17-ാം തീയതി ജപ്തി നടപടിയിലേക്ക് പോകും. ആ ജപ്തിയുടെ നോട്ടീസ് ഉൾപ്പെടെ ഈ രാജീവേന്ദ്രന് കൊടുത്തിട്ട് പോലും അതിനൊരു മറുപടി, ഒരു പ്രതികരണം ഇല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പോൾ ഇത്രയും കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത മരാമത്ത് പണി നടത്തിയ ഈ വ്യക്തിക്ക് ആ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നത് നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹത്തിലെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു സാമ്പത്തിക ബാധ്യത ഇവിടെ വരുത്തി വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ഒരു മനുഷ്യനെ ഇത്രയും പൈസ മുടക്കി മനുഷ്യന്റെ പൈസ കൊടുക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് പൊതുസമൂഹം, അതിനകത്ത് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ജാതിയോ മതമോ ഒന്നുമില്ല, ഒറ്റക്കെട്ടായി ഈ നാട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനുള്ള പരിപാടികൾ ഈ ഇദ്ദേഹത്തിന്റെ പൈസ കൊടുക്കത്തക്ക രൂപത്തിൽ തന്നെ അത് സംവിധാനം ഉണ്ടാവാം. രാജീവേന്ദ്രൻ ഇവിടെ വന്നുകൊണ്ട് അതിനൊരു ചർച്ച നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ്
കേരള കോൺഗ്രസ് ബി എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. അത് ഞാൻ സംസാരിച്ചു. മാത്യു സാറിന്റെ ഈ വിഷയം അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഈ 3-ാം തീയതിക്കകത്തേക്ക്, 3-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്, ഈ 3-ാം തീയതി ഈ അദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് നമ്മുടെ CI സാറിനോട് അത് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതിനെ അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പോലീസിന്റെ നടപടികളെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ധർണാ സമയം തൽക്കാലത്തേക്ക് നിർത്തിക്കൊണ്ട് 3-ാം തീയതിക്ക് ശേഷം ഒരുപക്ഷെ ഈ തലത്തിലേക്ക് വരേണ്ടി വന്നാൽ അതിന്റെ ഈ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, രൂപം മാറും ഭാവം മാറും എന്നൊക്കെ ഉള്ള കാര്യമല്ലേ. ഇത് അങ്ങനെയൊന്നുമല്ല പറയുന്നത്. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിങ്ങൾ ഇപ്പൊ വിളിച്ച പറഞ്ഞതാണ്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നികത്തിക്കൊണ്ട് 3-ാം തീയതിക്ക് ശേഷം ശക്തമായ സമര പരിപാടികളുമായി ഇതിന്റെ രീതിയൊക്കെ മാറും. ആ സമയത്ത് ഇതിനു മുമ്പ് ഇതിലെല്ലാത്തിലും ബന്ധപ്പെട്ട ഞാനാണ്. ഈ വിഷയം തീർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഞാനാണ്. 2 വക്കീലന്മാരെയും 2 പ്രതിനിധികളെയും കൂടെ ഇരുത്തി സംസാരിച്ചത് 95% പരിഹരിച്ചു. ഈ രാജീവ് അഞ്ചലാണ് അത് തകർത്തത്. അതിനുശേഷമാണ് എത്ര കോടി രൂപ കോടതിയിൽ ചെലവാക്കി വക്കീലന്മാർക്ക്. അപ്പോൾ അയാളുടെ അതിബുദ്ധി അത് നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഇത് എന്ത് വന്നാലും ശരി, ഞാൻ ഇദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനോടൊപ്പം എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞു. കാരണം മനുഷ്യൻ ജീവനോട് ഇരിക്കട്ടെ.